ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്ക് റെസിപ്പിയും കൊണ്ടാണ്. ഒരു വാട്ടർമെലൺ കേക്കാണെന്ന് ഞാൻ ചെയ്യുന്നത്. ഇത് കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കേക്കാണ്. അപ്പോൾ നമ്മൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അത്. അതിപ്പോൾ കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ലൊരു കേക്കാണിത്. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചു വെക്കാം. അതിനൊരു അരിപ്പെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. എല്ലാ കേക്കും ചെയ്യുന്നത് പോലെ തന്നെ ഒരു 2-3 പ്രാവശ്യമായിട്ട് അരിച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടന്റെ മഞ്ഞയും അതുപോലെ തന്നെ വെള്ളയും ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടനെ എടുക്കുക. ഇനി നമുക്ക് ഈ മുട്ട മഞ്ഞ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു തവിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാരയാണ്. ഒരു 90 ഗ്രാം പഞ്ചസാര ഉണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിന്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പഞ്ചസാരയും മുട്ടയും കൂടെ. ഇപ്പോൾ നമ്മള് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 70 ml ഓയിലും അതുപോലെ തന്നെ 70 ml വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊരു വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം ചേർത്താലും കേക്ക് നല്ലോണം നന്നാവും കേട്ടോ. അപ്പോൾ ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അതാണ് പറഞ്ഞത് ഞാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കും നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള മൈദന്റെ മിക്സ് ഒരു 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട കട്ടാതെ തന്നെ മിക്സ് ചെയ്യാം. കുറേശ്ശെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് വാനില എസൻസ് ഇതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മുട്ടന്റെ വെള്ളം അടിക്കുന്ന സമയത്ത് വാനില എസൻസ് ചേർക്കുക. 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ അതിന്റെ എസൻസ് ചേർക്കാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടന്റെ വെള്ളം ഒരു ബീറ്റർ എടുത്തിട്ട് തന്നെ നല്ലോണം ബീറ്റ് ചെയ്യാം. അപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് വിഷമിക്കൊന്നും വേണ്ട. വിസ്ക് വെച്ചിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് കേക്ക് നല്ല സോഫ്റ്റ് ആയിക്കാരം. ഇങ്ങനെ എഗ് വൈറ്റും അതുപോലെ തന്നെ എഗ് യോക്കും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന ബാറ്റർ. അപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ ഇതാക്കി വെച്ചിട്ടുള്ള മൈദ മിക്സിലേക്ക് ഇട്ടിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് വീഡിയോ റെക്കോർഡ് ആയിട്ടില്ലായിരുന്നില്ല. എന്തോ ഒരു പ്രോബ്ലം കൊണ്ടാണ്. അപ്പോൾ നിങ്ങളത് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിത് 3 ബൗളിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. നമുക്ക് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ റെഡ് കളറാണ് ചേർക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് കളർ തന്നെ യൂസ് ചെയ്യാം. റെക്കമെൻഡഡ് ആയിട്ടുള്ള കളർ തന്നെ യൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും ഒന്നും ഇങ്ങനെ കളർ ചേർത്തിട്ടുള്ള കേക്ക് ഉണ്ടാക്കാണ്ടിരിക്കുക. വല്ലപ്പോഴൊക്കെ ചെയ്യാം. അപ്പോൾ പിന്നെ അത്ര പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല.
പക്ഷെ കളർ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കേക്കിന്റെ ആ ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഞാൻ റെഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേ ബൗളിൽ ഞാൻ ഗ്രീൻ കളറാണ് ചേർക്കുന്നത്. ഒരു ബൗളിൽ കളറൊന്നും ചേർക്കണില്ല. അപ്പം 3 ഇതിലാണ് നമ്മൾ കളർ ഇതാക്കുന്നത്. അപ്പോൾ ഒരു ഗ്രീസ് ചെയ്തൊരു കേക്ക് ടിന്നാണിത്. ഇതിലേക്ക് ഞാൻ ഗ്രീൻ കളറിന്റെ ബാറ്റർ ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. സാധാ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയാൽ മതി. ഞാൻ ഇതുപോലത്തെ ഒരു ടിന്നിലാണ് ആക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഫസ്റ്റ് ലെയർ ഗ്രീന് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ടീസ്പൂൺ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ മറ്റു ഭാഗങ്ങൾക്കൊക്കെ അത് സ്പ്രെഡ് ആവും. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആവും. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ കളറൊന്നും ചേർക്കാത്ത ബാറ്ററാണ്. നമ്മളിങ്ങനെ ചെയ്യുന്നത് നമുക്ക് ആ ഒരു വാട്ടർമെലന്റെ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കളർ മിക്സ് ആയി കഴിഞ്ഞാൽ ആ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പൊ കുറച്ചൊക്കെ നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്രെഡ് ആവും, അത് പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പൊ വൈറ്റ് ഞാന് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സെന്ററിൽ നമ്മൾ കളർ ആഡ് ചെയ്തിട്ടുള്ള റെഡ് കളർ ബാറ്റർ ആണ്. അത് മറ്റു ഭാഗങ്ങൾക്ക് തന്നെ ആവാണ്ട് നമുക്ക് കുറച്ച് ശ്രദ്ധിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. കേക്ക് കാണുന്ന ഭംഗിയാട്ടോ, കഴിക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന ഫ്ലേവറിന്റെ വാനില സ്പോഞ്ച് കേക്കൊക്കെ കഴിക്കുന്ന ആ ഒരു തന്നെയാണ്. പക്ഷെ കാണുമ്പോൾ ആ ഒരു ഭംഗിയാണ്. അപ്പൊ നമ്മൾ 3 ലെയറും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നെ ആ ഒരു തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ഗ്രീന് ഫസ്റ്റ് കൊടുക്കുക, പിന്നെ വൈറ്റ്, പിന്നെ റെഡ്, അങ്ങനെ നമ്മൾ മൊത്തം ബാറ്ററും അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഓവനില് ആണെങ്കിലും ഓവനിലല്ലെങ്കിലും ചെയ്തെടുക്കാം. സാധാരണ സ്പോഞ്ച് കേക്ക് റെഡിയാക്കുന്ന പോലെ തന്നെ. ഞാൻ ഇന്ന് ഓവനിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിലും സാധാരണ നിങ്ങൾ കേക്ക് ബേക്ക് ചെയ്യുന്ന രൂപത്തിൽ ചെയ്താൽ മതി. ഇപ്പോൾ വൈറ്റും നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള റെഡ് നമുക്ക് ഇതിന്റെ സെന്ററിൽ ഒഴിച്ചു കൊടുക്കാം. റെഡ് മിക്സ് ആണ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ബാറ്റർ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഗ്രീനിലും എവിടെയും ആവാണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുക. അപ്പൊ നമ്മളങ്ങനെ മൊത്തം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം. ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവൻക്ക് മാറ്റാണ് ഞാൻ. ഒരു 150 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. നല്ലോണം ടാപ്പ് ചെയ്യാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ ടൂത്ത് പിക്ക് നല്ല ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഇതൊരു മാഷ്മെല്ലോ ഫോണ്ടന്റ് വെച്ചിട്ടാണ് ഞാൻ ഈ സീഡ്സിന്റെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ മാഷ്മെല്ലോ ഫോണ്ടന്റ് ചെയ്യുന്നത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയില് കാണിക്കുന്നതായിരിക്കും. ഈ മാഷ്മെല്ലോ ഫോണ്ടന്റ് വെച്ചിട്ട് നമുക്ക് കേക്ക് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഇപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ സീഡ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ വൈറ്റും ബ്ലാക്കും. നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കേക്ക് റീമോൾഡ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പോഞ്ച് കേക്കാട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ സൈഡൊക്കെ ഒന്ന് പൊടിഞ്ഞ് ഇതായിട്ടുണ്ട്. ഞാൻ എടുക്കുന്ന സമയം കൊണ്ടാണ് ഇതാണ് അതങ്ങനെ. അപ്പൊ ഇത് നമുക്കൊരു സീഡ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ റീമോൾഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ അടിഭാഗമാണ് കേട്ടോ ഇത്. മേൾഭാഗത്തിനേക്കാൾ അടിഭാഗം നല്ല കറക്റ്റ് ആയിട്ട് തന്നെ വരും.
നമുക്കിത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വാട്ടർമെലൺ സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.